സംസ്ഥാന സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി സംസ്ഥാന മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. പിഴ ഈടാക്കി ക്വാറി ക്രഷർ വ്യവസായത്തെ തകർക്കാൻ നടത്തുന്ന നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. ക്വാറികളിൽ അനധികൃതമായി പിഴ ഈടാക്കി ഇതര സംസ്ഥാന ലോബികളെ സർക്കാർ സഹായിക്കുന്നുവെന്നാണ് ഉടമകളുടെ ആരോപണം. ക്വാറികളിൽ അനധികൃതമായി പിഴ ഈടാക്കി ഇതര സംസ്ഥാന ലോബികളെ സർക്കാർ സഹായിക്കുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നതിനിടെയാണ് ക്വാറി ക്രഷർ ഉടമകൾ സമരം ശക്തമാക്കാനൊരുങ്ങുന്നത്. ലൈസൻസ് പുതുക്കി നൽകുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളാണ് പ്രതിഷേധത്തിന് കാരണം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വലിയ പിഴ ചുമത്തി ക്വാറികളെ പിഴിയുകയാണെന്ന ആരോപണം ശക്തമാണ്. അന്യ സംസ്ഥാനത്ത് നിന്നാണ് 7ഓളം ജില്ലകളിൽ ഇപ്പോഴും കരിങ്കൽ ഉൽപ്പന്നങ്ങൾ വരുന്നത്. സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികൾ പോലും, അതുപോലെ സാധാരണക്കാരുടെ വീടെന്ന സ്വപ്നം പോലും സാക്ഷാത്കരിക്കാൻ വേണ്ടി കരിങ്കൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ സാധിക്കാത്ത ഒരവസ്ഥ സംസ്ഥാനത്തെമ്പാടും സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിലെ മുഴുവൻ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 22ഓളം സംഘടനകൾ ഇപ്പം ഞങ്ങളുടെ ഈ വിഷയവുമായി സഹകരിക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതി പൂർണ്ണമായും അവരുടെ നേതൃത്വ സംഘം നടത്തിക്കൊണ്ട് സർക്കാരിനെതിരായി സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ ശക്തമായ സമര പരിപാടികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3486-ലധികം ക്വാറികൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 100-ൽ താഴെ ക്വാറികൾ മാത്രമാണ്. ക്ഷാമം നേരിടാൻ തുടങ്ങിയതോടെ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലയും കുത്തനെ കൂടി. ക്വാറി സമരം തുടങ്ങിയാൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയടക്കം പ്രതികൂലമായി ബാധിക്കും. മാർച്ച് 31-ന് മുൻപായി പണി പൂർത്തിയാക്കേണ്ട സർക്കാർ കരാറുകാരും പ്രതിസന്ധിയിലാകും. വീട് നിർമ്മാണം ഉൾപ്പെടെ മുടങ്ങാൻ സാധ്യതയുള്ളതിനാൽ സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.